അങ്ങനെ ഞാൻ കഴിഞ്ഞ ആഴ്ച വെറുതെ വീട്ടിൽ ഇരിക്കുമായിരുന്നു. അപ്പം ഈ നമ്മുടെ ഉഷാർ അവൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു, അളിയ നമുക്ക് ട്രിപ്പ് പോയല്ല. ഞാൻ പറഞ്ഞു, ഇല്ല അളിയ ട്രിപ്പൊന്നും പോകണ്ട, എനിക്കൊന്നും വയ്യ, ഇനി കോളേജൊക്കെ തുടങ്ങാറായി. അപ്പോൾ അവൻ പറഞ്ഞു, ഇല്ലല്ല ഇതാണ് അവസാന ട്രിപ്പെന്ന് പറഞ്ഞു. സോ ഞാൻ ഇറങ്ങി. അവൻ പറഞ്ഞു ഒരു ദിവസം എന്തോ കാണുള്ളൂ. അങ്ങനെ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ അവിടെ റിസ്വാനും ഉണ്ട്. അപ്പോൾ മനസ്സിലായി ഇവന്മാരെല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ ഞാൻ ഇവന്മാരോടെ പോയി. അങ്ങനെ പോണ വഴിക്കാണ് അവന്മാർ പറഞ്ഞത്, അളിയ പ്ലാൻ എന്ന് വെച്ചാൽ അമ്പൂരിക്കാണ് പോണത്. അപ്പോൾ ഞാൻ വെച്ചാൽ അതെവിടെ? അപ്പോൾ ഇൻസ്റ്റയിൽ കുറേ സ്ഥലമൊക്കെ കാണിച്ചു തന്നു. അപ്പോൾ എനിക്ക് സ്ഥലം കണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ പോവാം. അങ്ങനെ നമ്മൾ ബസ് കയറി ഒരു സ്ഥലത്തെത്തി. പിന്നെ അവിടുത്തെ ഒരു ചേട്ടനോട് ചോദിച്ചു, ഇനി അങ്ങോട്ട് ബസ്സുണ്ട്, അമ്പൂരിയിലോട്ട് ഇപ്പോൾ ബസ്സുണ്ടെന്ന്. അയാൾ പറഞ്ഞു, ഇനി ബസ്സൊന്നും ഇല്ല മോനെ, ഇനി നാളെ ബസ്സുള്ളൂ. അപ്പം എന്ത് ചെയ്യണമെന്ന് പറഞ്ഞുകൂടാ. അങ്ങനെ ഇത്തിരി കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു ചായക്കടയിലോട്ട് കയറി. അപ്പോൾ ചായക്കടയിൽ കയറിയപ്പോൾ അവിടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പോൾ അയാളെ ഒരു കാറും നമ്മൾ കണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്ത് വെച്ച്, ചേട്ടാ നിങ്ങൾ ഇത്തിരി ലിഫ്റ്റ് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഓക്കെ ലിഫ്റ്റ് തരാം, അമ്പൂരി വരെ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ ബസ് കാശ് ലാഭിച്ച്. അങ്ങനെ നമ്മൾ ആ ചേട്ടൻ്റെ കൂടെ ഒരു 45 മിനിറ്റ് എന്തോ ഡ്രൈവ് അയാൾ നമ്മളെ അവിടെ കൊണ്ടെത്തിച്ച്. പിന്നെ നമ്മൾ അവിടെ എത്തി. ഇനി നമുക്ക് നമ്മുടെ എന്ന് വെച്ചാൽ പ്ലാൻ എന്ന് വെച്ചാൽ നമുക്ക് പോകാനുള്ള സ്പോട്ട് ഒരു വെള്ളച്ചാട്ടം സ്പോട്ടാണ്. അപ്പോൾ അവിടെ എത്തണമെങ്കിൽ ഒരു ബസ് കയറണം. അങ്ങനെ ബസ് കയറി. ആ ബസ്സിലാണെങ്കിൽ ആൾക്കാർ തമിഴാണ് പറഞ്ഞത്. ഒരു അവിടെ ആ ബസ്സിൽ കയറിയപ്പോൾ ആൾക്കാരൊക്കെ നല്ല രീതിയിലാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ആ സമയം ഒരു 4 മണിയായി. പക്ഷേ നമ്മൾ അമ്പൂരിയിലെത്തി. ഒരു 6 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ അമ്പൂരിയിലെത്തി. നമുക്ക് പോകാനുള്ള സ്പോട്ടിൻ്റെ അവിടെ എത്തി. അപ്പം തൊട്ട് ആൾക്കാർ ഭയങ്കര റൂഡ്, ഒരുമാതിരി ചുരുളി വൈബ്. തുഷാറും പറഞ്ഞായിരുന്നു, അത് കളിയ ഒരു ചുരുളി വൈബ് ഇല്ലേ കളിയെ. നമ്മൾ ഇത്രയും നേരം ആൾക്കാർ നമ്മൾ നല്ലോണമല്ലേ സംസാരിച്ചു, ഇപ്പം എന്തോ ഒരു പൊട്ട രീതി സംസാരിക്കുന്നത്. പിന്നെ അതൊന്നും മൈൻഡ് ആക്കിയില്ല. നമ്മുടെ സ്പോട്ടിലോട്ട് നടന്നു. ഒരു ബ്രിഡ്ജ് കടക്കണം, ഒരു വലിയ ബ്രിഡ്ജാണ്. ആ ബ്രിഡ്ജിൽ കൂടെയാണ് ബൈക്കും ഓട്ടോസൊക്കെ പോകണം. അങ്ങനെ നമ്മൾ ആ ബ്രിഡ്ജിലോട്ട് നടക്കുക. ബ്രിഡ്ജ് നടന്ന് നമ്മുടെ സ്പോട്ടിന് അടുത്തെത്താറായപ്പോൾ 4 പേര് അവിടെ ഇരിക്കുന്നു. ഒരുത്തൻ നല്ലോണം സിഗരറ്റും വലിച്ച് കുടിച്ച് ഇതായിട്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ നമ്മൾ ആ സ്പോട്ട് ഒരു കാടിൻ്റെ അങ്ങോട്ട് കയറാൻ നേരത്തെ ഒരുത്തായി, എവിടെ പോണ്ടാ പുണ്ടച്ചോക്കളെ, അങ്ങനെ എന്തോ ഒരു രീതി പറഞ്ഞു. അപ്പോൾ നമ്മൾ ഞെട്ടി. ഇവിടെ ഉള്ളവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ഇപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചീത്ത പറയണം? അപ്പം തുഷാർ പറഞ്ഞു, ചേട്ടാ ഈ സ്പോട്ട് എവിടെയാണ് ചേട്ടാ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, സ്പോട്ടും ഇല്ല കുഴപ്പമില്ല, നീയൊക്കെ ഇവിടെ ഇരുട്ടിയെന്ന് നീ കണ്ടില്ലേ, നിന്നെയൊന്നും ഇവിടെ കയറ്റണില്ല, പോലീസന്മാരും എല്ലാം ചോദിച്ചാൽ നമ്മളൊന്നും ഉത്തരവാദിത്വം പറയാം എന്നും പറഞ്ഞ് അവനെ 2 ചീത്ത വീണ്ടും അങ്ങോട്ട് അച്ഛനും തള്ളക്കൊക്കെ വിളിച്ച്. അപ്പം നമ്മുടെ കൂടുതൽ റിസ്വാൻ പറഞ്ഞു, കളിയാ എന്നാൽ നമുക്ക് തിരിച്ചു പോവാം, നമുക്ക് നാളെ രാവിലെ 4 മണിക്ക് ആ സ്പോട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓക്കെ, നമ്മൾ 4 മണിക്ക് പോവാം. അപ്പോൾ നമ്മൾ വിചാരിച്ച അടുത്തുള്ള എവിടെയെങ്കിലും തന്നെ സ്റ്റേ അടിക്കാം. അങ്ങനെ നമ്മൾ ആ തേര് നടന്ന് കയറുക ജംഗ്ഷൻ്റെ അങ്ങോട്ട്. അപ്പോൾ അവിടെ ഒരു വീട് ഉണ്ട്. ആ വീടിൻ്റെ അടുത്തൊരു കടയും ഉണ്ട്. നമ്മൾ വിചാരിച്ച ആ കടയിൽ ഇന്ന് മൊത്തം ഇരിക്കുക. രാത്രി ഒരു 4 മണിയാകുമ്പോൾ നമുക്ക് വീണ്ടും സ്പോട്ടിലോട്ടോ. അങ്ങനെ നമ്മൾ ആ കടയിലിരിക്കുക. രാത്രി ഒരു 9 മണിയൊക്കെ ആയപ്പം അവിടെ ഒരു കറണ്ട് പോയി. നമ്മളവിടെ 20 മിനിറ്റായിട്ട് അവിടെയാണ് റെസ്റ്റ് എടുക്കണം. അപ്പോൾ അതിൻ്റെ അടുത്തൊരു വീട്, അവിടെ കടയുടെ ഓണർ വന്നിട്ട് ഈ നമ്മുടെ കൂടെ ഉള്ള റിസ്വാനെ കണ്ട്, എന്താ നീക്ക് ഇവിടെ കിടക്കണം, നീക്ക് കുടിച്ചിട്ടുണ്ടാടാന്നൊക്കെ ചോദിച്ച് അയാൾ നമ്മളവിടെ നിന്ന് ഇറക്കി വിട്ട്. അങ്ങനെ നമ്മൾ പിന്നെ നടന്ന് ജംഗ്ഷനിൽ എത്തി. നമ്മളവിടെ റോഡ് സൈഡിൽ ഒരു ബസ് സ്റ്റോപ്പിനോട് നല്ല തിട്ടയുണ്ട്. അവിടെ കിടക്കുക. അവിടെ കിടന്നപ്പം ഈ ഇതിൻ്റെയൊക്കെ ലൈറ്റ് ആണ്, ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ ആ കടയുടെ അവിടെ പോയി കിടക്കാം. അങ്ങനെ ഞാനും റിസ്വാനും അവിടെ കടയുടെ അവിടെ ബാഗ് തലയണയായിട്ട് ഉപയോഗിച്ച് അവിടെ കിടക്കാൻ പോയി. അങ്ങനെ ഒരു രാത്രി 12 മണി 1 മണിയായി. റിസ്വാൻ ആരോ തട്ടി എണീക്കാനായിട്ട് ഞാൻ ഉറക്കം എണീച്ചു നോക്കിയപ്പോൾ നമ്മുടെ ഫ്രണ്ട് 2 പോലീസുകാർ. അവർ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് വന്നത്, നിങ്ങൾ എന്ത് ഇവിടെ കിടക്കുന്നത്, നാട്ടുകാർ നമുക്ക് കംപ്ലൈൻറ്റ് തന്നിട്ടാണ് നമ്മൾ നിങ്ങളെ തിരക്കി ഇങ്ങോട്ട് വന്നത്, നിങ്ങളെന്തിനും ഇങ്ങോട്ട് വന്നതെന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് റിസ്വാനോട് ചോദിച്ചു, നിൻ്റെ വാപ്പയുടെ നമ്പർ തരാം. അപ്പോൾ റിസ്വാൻ പറയുക, എനിക്ക് വാപ്പയില്ല സാറേ എന്ന്. അപ്പോൾ അത് കേട്ട് എനിക്കും തുഷാറും ചിരി വന്നു. അങ്ങനെ അപ്പോൾ നീന്തറ നമ്മളെ കളിപ്പിക്കുന്നതെന്ന് വെച്ചപ്പം തുഷാർ പറഞ്ഞു, എനിക്കുണ്ട് സാറേ അച്ഛൻ, ഞാൻ എൻ്റെ അച്ഛൻ്റെ നമ്പർ തരാം. അങ്ങനെ തുഷാറിൻ്റെ അച്ഛൻ നമ്പർ കൊടുത്തു. അപ്പം വിളിച്ച് എടുക്കണില്ല, അവനും അച്ഛയില്ല. അങ്ങനെ എൻ്റെ വാപ്പയുടെ നമ്പർ ചോദിച്ചു. അങ്ങനെ എൻ്റെ വാപ്പയുടെ നമ്പർ എടുത്തപ്പോൾ വിളിച്ചപ്പോൾ വാപ്പ എടുത്തിട്ട് പറഞ്ഞ്, അവർ ഇതേപോലെ ട്രാവൽ ചെയ്ത് ഇറങ്ങുന്നവരാണ്, അവർ നാളെ തന്നെ തിരിച്ച്, അവർ വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത പിള്ളേരാണ്. അങ്ങനെ പോലീസ് വാപ്പയോട് സോൾവ് ആക്കി. നമ്മുടെ അടുത്ത് പറഞ്ഞ്, ഇന്ന് നിങ്ങൾ കിടന്നോ, നാളെ ബസ് വരുമ്പോൾ നാളെ രാവിലെ എണീച്ച് ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞു.
ഓക്കെ ഞാനും തുഷാറും ഓക്കെ എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാൽ പോലീസ് എന്തിനാണ് നമ്മളെ കാണാൻ വന്നതെന്ന് വെച്ചാൽ ഞാനും ഈ റിസ്വാനും ഉറങ്ങിയ സമയത്ത് ഈ തുഷാർ എന്താ ചെയ്ത് ഇവ ആ ജംഗ്ഷനിൽ കൂടെ അവൻ്റെ ഒരു കയ്യിലൊരു വടിയുണ്ട്, ആ വടിയും കറക്കിക്കൊണ്ട് നടക്കുമായിരുന്നു. ഇത് മുകളിൽ നിന്ന് ഏതോ വീട്ടിൽ ഒരു ആൾ കണ്ട് പോലീസിനെ വിളിച്ചിട്ട് പറഞ്ഞു എന്തോ ഇവൻ പ്രശ്നമാണെന്ന് തോന്നുന്നു, നമ്മളിവിടെ ഇതുവരെ കാണാത്ത ഒരുത്ത ഇവിടെ കമ്പം കറക്കി കിടപ്പുണ്ട്. അങ്ങനെയാണ് പോലീസ് വന്നത്. അങ്ങനെ രാവിലെ ഒരു 4 മണിയായി. ഒരു 3-4 ചേട്ടന്മാർ നമ്മളെ കാണാൻ വന്നിട്ട് പറഞ്ഞു നിങ്ങളെയല്ലേ ഇന്നലെ പോലീസ് പിടിച്ചെന്തരായി എന്ന് വെച്ചാൽ. അപ്പം പറഞ്ഞു അത് ചുമ്മാ നാട്ടുകാർ ചുമ്മാ ഒരു കംപ്ലൈൻറ്റ് അവരടുത്ത് പറഞ്ഞ് അവർ ചെക്ക് ചെയ്യാൻ വേണ്ടി വന്ന് ചെക്ക് ചെയ്തിട്ട് അവർ പോയി. എന്നിട്ട് നമ്മൾ പറഞ്ഞു നമുക്ക് ഈ സ്പോട്ടിലാണ് പോകാനുള്ളത്. അപ്പോൾ ആ ചേട്ടന്മാർ പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് തന്നെ നിങ്ങൾ കയറിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ആ ചേട്ടന്മാരെ കാറിൽ കയറി നമ്മൾ നമ്മുടെ സ്പോട്ടിലെത്തി. അങ്ങനെ കാടൊക്കെ കയറി നമ്മുടെ മെയിൻ സ്പോട്ടിലെത്തിയപ്പം അത്രയ്ക്കൊന്നും ഇല്ലായിരുന്നു ആ സ്ഥലം, എന്നാലും കൊള്ളാം. അങ്ങനെ നമ്മൾ ആ കാട് മൊത്തം കറങ്ങി ആ വെള്ളത്തിലൊക്കെ നീന്തി ഇത്തിരി മലയൊക്കെ കയറിയിട്ട് നമ്മൾ തിരിച്ചിറങ്ങാൻ നേരത്ത് തുഷാറിൻ്റെ വടിയെടുത്ത് 2 പട്ടികൾ എന്തോ ഓടിക്കാൻ വന്ന് ആ പട്ടികൾ നമ്മളെ വീണ്ടും ഓടിച്ച് ഇങ്ങനെ നമ്മളവിടെ സ്കൂട്ടായി. പിന്നെ നമ്മൾ തിരിച്ച് കയറുക. രാവിലെ ആയാലോ ചുരുളിയുള്ള സ്ഥലം പോലെ അവിടെ രാവിലെ ആൾക്കാരൊക്കെ നല്ലവരെ. ഞാനും അവന്മാരൊക്കെ ഇതേപോലെ തിരിച്ച് ജംഗ്ഷനിൽ ബസ് കയറാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു അമ്മൂമ്മ നമ്മളെ കണ്ട്. അവർ നമ്മളോട് ചോദിച്ച് എവിടെ പോകണം മക്കളെ? അപ്പോൾ നമ്മൾ പറഞ്ഞില്ല നമ്മൾ തിരിച്ച് വീട്ടിൽ പോകാൻ നമ്മളിവിടെ അമ്പൂരി സ്ഥലം കാണാൻ വന്നതാണ്. അപ്പോൾ പറഞ്ഞു ഇല്ല എൻ്റെ വീട്ടിൽ വന്ന് ചായ കുടിച്ചിട്ട് പോകാൻ പറഞ്ഞു. നമുക്ക് ഇതെന്താണ് ഇവിടെ ആൾക്കാർ രാവിലെ ഭയങ്കരമായിട്ട് ഫ്രണ്ട്ലി. രാത്രി ഞാൻ വിചാരിച്ചു ഇനി 4 മണിയായി ഇവരും നമ്മളെ കൊങ്ങി പിടിക്കുമെന്ന് വിചാരിച്ച്. ഞാൻ പറഞ്ഞു വലിയ അളിയെ വീട്ടിൽ പോകാമെന്ന്. അപ്പോൾ ഇല്ല അമ്മമ്മ വിളിച്ചാൽ തുഷാർ ചെന്ന് കയറി ചായ കുടിക്കുക. അങ്ങനെ അവന് ഒരു ചായ ഇട്ട് കൊടുത്തു. ചായ കുടിച്ച് തുടങ്ങിയപ്പോൾ അവർ ദുരിതം പറച്ചിൽ തുടങ്ങി. അവരെ വീട് ലോണിലാണ്, അവരെ മക്കൾ അവരെ കളഞ്ഞിട്ട് പോയി, വീട്ടിലൊന്നുമില്ല. എന്നിട്ട് അവർ വലിയൊരു ബാഗ് എടുത്തുകൊണ്ട് വന്നു. എന്നിട്ട് എൻ്റെ സാധനങ്ങളൊക്കെ അതായിരിക്കുന്നു, എനിക്കിവിടെ താമസിക്കാനൊന്നും പറ്റണില്ല. തുഷാറാണെങ്കിൽ അവൻ്റെ അഞ്ചിൻ്റെ പൈസ ഇല്ലെങ്കിലും അവൻ സമാധാനിപ്പിക്കാൻ നോക്കുക. ഞാൻ റിസ്വാനും പതുക്കെ ചായ കുടിച്ച് എങ്ങനെയും ഇറങ്ങാൻ വേണ്ടി നോക്കുക. അങ്ങനെ ആ മുമ്പ് എന്നോക്കിയിട്ട് പറഞ്ഞാൽ ഇവനെ കണ്ടിട്ട് ഇവന് പൈസ ഉള്ള പോലെയൊക്കെ തോന്നുന്നു മോൻ. അപ്പം റിസ്വാനും അതിന് സപ്പോർട്ട് ചെയ്യുക. അവൻ്റെ വാപ്പാടെ ഒരുപാട് പൈസ ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർ ആ വലിയ ബാഗ് തുറന്നിട്ട് അവരുടെ പാസ്ബുക്കും അവരുടെ ഒരു ഫോട്ടോയും ഇതൊക്കെ നമ്മളെ കാണിച്ച് എന്നിട്ട് പറഞ്ഞ് നോക്ക് മക്കളെ, ഇത് സത്യമായിട്ടാണ്, എനിക്ക് ഇത്രയും ലോണുണ്ട്, എനിക്ക് 3 ലക്ഷത്തിന് എത്ര ലോണുണ്ട്. അപ്പോൾ തന്നെ തുഷാർ നമുക്ക് പണി കിട്ടി തുടങ്ങി, നമുക്ക് ഇവിടെ നിന്ന് പോവാം നൈസായിട്ട് ഇറങ്ങി തുടങ്ങി. എന്നിട്ടും നമ്മുടെ റിസ്വാൻ ഇതൊക്കെ കണ്ട് സങ്കടമായി. അവൻ പറഞ്ഞാൽ നമ്മൾ സഹായിക്കുക എന്ന് പറഞ്ഞ് പാസ്ബുക്കിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മളവിടെ നിന്ന് ഇറങ്ങി പോകാൻ നേരത്ത് വീണ്ടും അമ്മ നമ്മളെ തിരിച്ചു വിളിച്ചു. എന്നിട്ട് ചോദിച്ച് മക്കളെ നിങ്ങൾക്കാരെങ്കിലും സീരിയൽ അഭിനയിക്കാൻ വല്ല ഇതും ഉണ്ടാകുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞാൽ റിസ്വാന് ഭയങ്കര ലുക്ക് ഉണ്ടാകും, സീരിയൽ അഭിനയിക്കും അങ്ങനെയൊക്കെ പറഞ്ഞ് വീണ്ടും എന്തൊക്കെയോ കോമഡിയൊക്കെ പറഞ്ഞ് നമ്മളവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങി ഓടാൻ നോക്കി. എന്നിട്ടും അവർ നമ്മളെ വിടുന്നില്ല. പിന്നെ എനിക്ക് മനസ്സിലായി ഇവരെന്തോ പ്രശ്നമാണ്. അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെയോ ജംഗ്ഷനിൽ എത്തി ബസ് ആക്കാൻ നേരത്തെ അവർ വീണ്ടും നമ്മളടുത്തോട്ട് വരുന്നു. അങ്ങനെ നമ്മൾ ഒരു ബസ്സിൽ കയറി തിരിച്ച് നാട്ടിലോട്ട്. അപ്പോൾ അതൊക്കെ തന്നെ ഇപ്പം പാസ്ബുക്കിൻ്റെ ഫോട്ടോ മാത്രം ഉണ്ട്. അവർ ഇപ്പം ലോൺ വന്ന് വീട്ടിൽ ഇരിക്കുമായിരിക്കും. അപ്പോൾ ശരി, ഇനി അടുത്ത എപ്പിസോഡ് ശരിയെന്നാ.